dear plus 1 students. ഞാൻ ചെയ്യുന്ന വീഡിയോ പ്ലസ് 1 സോഷ്യോളജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പേപ്പറിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞവർക്കൊക്കെ അല്ലെങ്കിൽ പഠിക്കാൻ ഇനിയും തുടങ്ങിയിട്ടില്ലാത്തവർക്കൊക്കെ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു മെയിൻ പോയിന്റ്സ് അടങ്ങിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ പോയിന്റ്സ് അടങ്ങിയ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പല ചോദ്യങ്ങളുടെ ആൻസറൊക്കെ നിങ്ങൾക്ക് അതിൽ കണ്ടെത്താൻ പറ്റും. ഏതായാലും സമയം കുറവായതുകൊണ്ട് ഈ 2 വീഡിയോസ് മാത്രമേ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. പല കുട്ടികളും സോഷ്യോളജി എന്നോട് അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് പ്രത്യേകിച്ച് ഞാൻ ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ സോഷ്യോളജി വളരെ കുറച്ച് വീഡിയോസ് മാത്രമേ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ 1 സോഷ്യോളജി ആൻഡ് സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് ഹൂ ഈസ് കൺസിഡേർഡ് ആസ് ദി ഫൗണ്ടർ ഓഫ് സോഷ്യോളജി എന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോഷ്യോളജിയുടെ ഫൗണ്ടർ എന്നറിയപ്പെടുന്ന ആൾ, അതിൻ്റെ ആൻസർ ഇവിടെ ഉണ്ട്, അഗസ്റ്റ് കോംറ്റെ എന്ന് പറഞ്ഞാണ്. അടുത്ത സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആട്ടോ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യോളജിക്കൽ സങ്കല്പം, സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്നുള്ള വിഷൻ ആരുടേതാണ്? C.W. മിൽസ്. പിന്നെ 3 ഹൂ കൺസിഡേർഡ് സോഷ്യോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി ആർ ട്വിൻ സിസ്റ്റേഴ്സ്, അതായത് സോഷ്യോളജിയെയും സോഷ്യൽ ആന്ത്രോപോളജിയെയും ഇരട്ട സഹോദരിമാർ എന്ന് വിശേഷിപ്പിച്ചത് എൽ ക്രോബർ. പിന്നെ 4 വാട്ട് ഡു യു മീൻ ബൈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, എന്താണ് സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താ, ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അതിൻ്റെ ആളാരാ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതെന്താന്നുള്ളതാണ്. പിന്നെ ഹൗ സോഷ്യോളജിക്കൽ നോളജ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം കോമൺ സെൻസ് ആൻഡ് നോളജ്, കോമൺ സെൻസ് നോളജ്. സോഷ്യോളജി അതായത് സമൂഹശാസ്ത്രപരമായ അറിവ് എങ്ങനെയാണ് കോമൺ സെൻസ് നോളജിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് കോമൺ സെൻസ് നോളജ്, അവ തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതാം. പിന്നെ എക്സ്പ്ലെയിൻ ദി സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ആർ ട്വിൻ സിസ്റ്റേഴ്സ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി ട്വിൻ സിസ്റ്റേഴ്സ് ആണ്, ഇരട്ട സഹോദരിമാരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറയുന്നത്. പിന്നെ ഡിസ്കസ് ദി റിലേഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി. അപ്പോൾ ഈ സോഷ്യോളജി ആന്ത്രോപോളജി തമ്മിലുള്ള റിലേഷൻ എഴുതാൻ പറയുന്നുണ്ട് നെക്സ്റ്റ്. പിന്നെ ഡിസ്കസ് ദി റിലേഷൻ ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സോഷ്യോളജിയുടെ കൂടെ ഇങ്ങനെയുള്ള കുറച്ച് സബ്ജക്റ്റുകൾ, ആന്ത്രോപോളജി, സൈക്കോളജി ഒക്കെയുള്ള. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ള സോഷ്യോളജി സൈക്കോളജി തമ്മിലുള്ള റിലേഷൻ എഴുതാനാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ, ഏതെങ്കിലുമൊക്കെ ചോദിക്കും. പിന്നെ എക്സ്പ്ലെയിൻ ദി ഇൻ്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂസ് വിച്ച് കോൺട്രിബ്യൂട്ടഡ് ടു ദി ഇൻട്രൊഡക്ഷൻ ഓഫ് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ. അപ്പോൾ എക്സ്പ്ലെയിൻ ദി ഇൻ്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂസ് വിച്ച് കോൺട്രിബ്യൂട്ടഡ് ദി സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ഇൻ്റലക്ച്വൽ ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ ഇഷ്യൂസ് എഴുതാനാണ് പറയുന്നത്. പിന്നെ ഡിസ്ക്രൈബ് ദി സ്കോപ്പ് ഓഫ് ഈ സോഷ്യോളജി ആസ് ഡിസിപ്ലിൻ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് 1ാമത്തെ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ളത്. 2ാമത്തെ ചാപ്റ്ററിൽ ടേംസ്, കൺസെപ്റ്റ് ആൻഡ് ദെയർ യൂസ് ഇൻ സോഷ്യോളജി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പീപ്പിൾ അറ്റ് ദി റെയിൽവേ സ്റ്റേഷൻ ഓർ എയർപോർട്ട് ആർ ഓൺലി അഗ്രിഗേറ്റ്സ് ഹൂ ക്യാൻ ബി കോൾഡ്, അതായത് റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ടിലൊക്കെ കാണപ്പെടുന്ന ആളുകൾ ഏത് തരം ഗ്രൂപ്പിലാണ് വരുന്നതെന്നാണ്. കോസി ഗ്രൂപ്പ്. അപ്പോൾ ഈ കോസി ഗ്രൂപ്പിന് കുറച്ച് എക്സാമ്പിളൊക്കെ ചോദിക്കട്ടെ. അപ്പോൾ അതിലൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞത്. 2ാമത്തെ കാസ്റ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ ദി ആട്രിബ്യൂട്ട്സ് അക്വേർഡ് ബൈ, ജാതി സിസ്റ്റം എങ്ങനെയാണ്, ജാതി എങ്ങനെയാണ് ലഭിക്കുന്നതാണ്, ബൈ ബർത്ത്, ജനനം മുതൽ. പിന്നെ ക്ലാസ് സിസ്റ്റം ഈസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എക്സിസ്റ്റഡ് പെർട്ടിക്കുലർലി ഇൻ ഡാഷ് സൊസൈറ്റി, ഇൻഡസ്ട്രിയലൈസ്ഡ് സൊസൈറ്റീസ്. ക്ലാസ് സിസ്റ്റം, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. പിന്നെ സ്റ്റാറ്റസ് ഈസ് ഒക്യുപ്പീഡ് വൈൽ റോൾസ് ആർ, സ്റ്റാറ്റസ് റോളുകൾ പ്ലേ ചെയ്യുമ്പോഴാണ് സ്റ്റാറ്റസ് കിട്ടുന്നത്, പദവി ലഭിക്കുന്നത് എന്നുള്ളതാണ്. റോൾസ് ആർ പ്ലേഡ്. ദ വാല്യൂ അറ്റാച്ച്ഡ് ടു ദി സ്റ്റാറ്റസ്, സ്റ്റാറ്റസിനോട് അറ്റാച്ച് ചെയ്ത വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ പ്രസ്റ്റീജ് ആണ്, പ്രസ്റ്റീജ്. റോൾ ഈസ് എ ഡൈനാമിക് ആസ്പെക്റ്റ് ഓഫ്, റോൾ എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ ഡൈനാമിക് സ്റ്റാറ്റസ് ആണെന്നാണ്, സ്റ്റാറ്റസിൻ്റെ ആണ് കേട്ടോ, സ്റ്റാറ്റസ്. അടുത്തത് ദി പ്രോസസ് ഓഫ് റീഇൻഫോഴ്സിങ് എ സ്പെസിഫിക് റോൾ ഇൻ ഫോർ സം മെമ്പർ ഇൻ എ സൊസൈറ്റി. അതിൻ്റെ ആൻസർ റോൾ സ്റ്റീരിയോടൈപ്പിംഗ്. 8ാമത്തേത് ദ ഇൻകമ്പറ്റിബിലിറ്റി എമംഗ് റോൾസ് കറസ്പോണ്ടിങ് ടു 1 ഓർ മോർ സ്റ്റാറ്റസ്, റോൾ കോൺഫ്ലിക്റ്റ് ആണ്, ഒന്നിലേറെ റോൾ ചെയ്യേണ്ട ഒരവസ്ഥ. ദ ഗ്രൂപ്പ്സ് ഹൂസ് ലൈഫ് സ്റ്റൈൽസ് ആർ എമുലേറ്റഡ് ആർ നോൺ ആസ് റെഫറൻസ് ഗ്രൂപ്പ്. 10ാമത്തേത് ദ ഗ്രൂപ്പ്സ് ഓഫ് കോമൺ സെൻസ് ഈസ് ഓൾസോ നോൺ ആസ് പിയർ ഗ്രൂപ്പ്സ്. ദ ഗ്രൂപ്പ്സ് ഓഫ് കോമൺസ് ആട്ടോ, കോമൺസ് സാധാരണക്കാരുടെ ഗ്രൂപ്പ് അറിയപ്പെടുന്നത് പിയർ ഗ്രൂപ്പ് എന്നാണ്. അടുത്തത് അഗ്രിഗേറ്റ്സ് ആർ ഓഫൺ നോൺ ആസ് കോസി ഗ്രൂപ്പ്.
അടുത്ത ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത് വാട്ട് ഈസ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ആൻ അഗ്രിഗേറ്റ്, വാട്ട് ഈസ് കോസി ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. പലതരം ഗ്രൂപ്പുകളുണ്ടല്ലോ, കോസി ഗ്രൂപ്പ്, പിയർ ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പൊക്കെ. അത് എന്താണെന്ന് മനസ്സിലാക്കുക, അതൊക്കെ ചോദിക്കും. അതിൻ്റെ എക്സാമ്പിളൊക്കെ. ഡിഫൈൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഈ ഗ്രൂപ്പുകൾക്കൊക്കെ എക്സാമ്പിൾ പറയുന്നുണ്ട് കേട്ടോ, മെയിൻ പോയിന്റ്സ് അടങ്ങിയ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഡിഫൈൻ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, അതുപോലെ റോൾ കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ വിശദീകരിക്കാനാണ് പറയുന്നത്. റോൾ സ്റ്റീരിയോ ടൈപ്പിംഗ്, ഡിഫൈൻ സോഷ്യൽ കൺട്രോൾ, അതുപോലെ ഡിഫൈൻ റെഫറൻസ് ഗ്രൂപ്പ്, എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്, എക്സ്പ്ലെയിൻ വേരിയസ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ്, വ്യത്യസ്ത തരം സോഷ്യൽ ഗ്രൂപ്പുകൾ. പിന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. ഇതൊക്കെ ഈ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻ ദി ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് കാസ്റ്റ് സിസ്റ്റം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ എസ്ക്രൈബ്ഡ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്, അതുപോലെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്, കമ്പാരിസൺ ബിറ്റ്വീൻ കാസ്റ്റ് ആൻഡ് ക്ലാസ്, ഡിസ്ക്രൈബ് ദി ടു പ്രോസസ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് റോൾ ഓർ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് സ്റ്റാറ്റസ് ആൻഡ് റോൾ, ഡിസ്ക്രൈബ് ദി ഫങ്ഷണലിസ്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യൽ കൺട്രോൾ. ചാപ്റ്റർ 3 വരുന്നത് ഫാമിലി ഈസ് എ ഡാഷ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, മൈക്രോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സൂക്ഷ്മ. പിന്നെ ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി, സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലിയാണ്. ഡാഷ് ഈസ് ബെസ്റ്റ് യൂണിറ്റ് എക്യുപ്ഡ് ടു ഹാൻഡിൽ ദി ഡിമാൻഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ബൈ ഫങ്ഷണലിസ്റ്റ്, ന്യൂക്ലിയർ ഫാമിലിയാണ് എക്സാമ്പിൾ. അടുത്തത് സോഷ്യോളജിസ്റ്റ് ഹു സ്റ്റഡീഡ് അബൌട്ട് ജോയിൻറ്റ് ഫാമിലിയെ കുറിച്ച് പഠിച്ച സോഷ്യോളജിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ AM ഷാ, ഓർത്ത് വെക്കുക കേട്ടോ. ദ റൂൾ ഓഫ് റെസിഡൻസ് ഇൻ വിച്ച് ദി എൽഡസ്റ്റ് ഫീമെയിൽ ഈസ് ദി ഹെഡ് ഓഫ് ദി ഹൗസ് ഹോൾഡ്. അതായത് ഒരു പെണ്ണ് ഒരു വീടിൻ്റെ നാഥനായിരിക്കുന്ന ആ ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് മാട്രിലോക്കൽ ഫാമിലീസ്, മാതൃദായക ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാണാണെങ്കിൽ അത് അവിടെ പറയുന്നുണ്ട് ദ റൂൾ ഓഫ് റെസിഡൻസ് വിച്ച് ദി എൽഡസ്റ്റ് മെയിൽ ആണെങ്കിൽ പാട്രിലോക്കൽ ഫാമിലീസ്, പിതൃദായക കുടുംബം എന്ന് പറയുന്നത്. അടുത്തത് ഫാമിലി ഇൻ വിച്ച് ദി വുമൺ പ്ലേ മേജർ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഓൺ ദി ഫാമിലി, അതും മാട്രിയാർക്കൽ ഫാമിലിയാണ്. വുമൺ എന്ന് കണ്ടാൽ നിങ്ങൾ മാട്രി എന്ന് ഓർക്കണം കേട്ടോ. ഫാദർ ഓഫ് മെൻ എന്നൊക്കെ കാണുകയാണെങ്കിൽ പാട്രിയാർക്കൽ ഫാമിലി എന്ന് ഓർക്കുക. അടുത്തത് പിതൃദായകം, മാതൃദായക, അതാണ്. ദ ഫോം ഓഫ് മാരേജ് ഇൻ വിച്ച് വൺ മാൻ മാരീസ് വൺ വുമൺ, അതായത് അതുപോലെ ഓർക്കേണ്ടത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നതാണ് മോണോഗമി എന്ന് പറഞ്ഞാൽ. അതുപോലെ മോർ ദാൻ ഒരു ഭാര്യയാണെങ്കിൽ ഒരു സ്ത്രീ രണ്ട് സ്ത്രീകളൊക്കെയാണ് പോളിഗമിയാണ്. ഇൻ സൊസൈറ്റി വിച്ച് ഇൻഡിവിജ്വൽസ് ആർ പെർമിറ്റഡ് മാരി അഗെയിൻ ആഫ്റ്റർ ഡെത്ത് ഓർ ഡിവോഴ്സ്, അതായത് ഭാര്യ മരിച്ചതിന് ശേഷം കല്യാണം കഴിക്കുന്ന സീരിയൽ മോണോഗമിയാണ് ആൻസർ. വെൻ വൺ മാൻ മാരീസ് മോർ ദാൻ വൺ വുമൺ അറ്റ് വൺ ടൈം, ഒരേ സമയത്ത് ഒരുപാട് ഭാര്യമാരുണ്ടാകുന്ന അവസ്ഥയാണ് പോളിഗമി എന്ന് പറയുന്നത്. അടുത്തത് വെൻ വൺ വുമൺ മാരീസ് മോർ ദാൻ, ഒരു ഹസ്ബൻഡിനേക്കാൾ കൂടുതൽ ഹസ്ബൻഡുള്ള അവസ്ഥയാണ് പോളിയാൻഡ്രി. അതുപോലെ ഒരേ ഇത് ചോദ്യതാണ് ദ റൂൾ ഓഫ് മാരേജ് ഇൻ വിച്ച് എ പേഴ്സൺ ക്യാൻ മാരി ഓൺലി വിത്തിൻ ഓൺസ് ഓൺ കൾച്ചർ, അതായത് ഒരേ വംശത്തിൽ നിന്ന് ഒരേ ജാതിയിൽ നിന്നൊക്കെ കല്യാണം കഴിക്കാറുണ്ട്, ഒരേ വംശത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നതാണ് എൻഡോഗമി. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ റൂൾസ് ഓഫ് മാരേജിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ. അതുപോലെ വേറെ പുറമേ ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നതാണ് എക്സോഗമി എന്ന് പറഞ്ഞാൽ 15ാമത്തെ ചോദ്യം വായിച്ചു നോക്കുക. 15ാമത്തെ. 16 ദ കിൻഷിപ്പ് ടൈസ് ത്രോ ബ്ലഡ് ഈസ് കോൾഡ് കോൺസാൻജിനൽ കിൻഷിപ്പ്. അതുപോലെ കിൻഷിപ്പ് ടൈസ് ത്രോ മാരേജ് ഈസ് നോൺ ആസ് അഫിനൽ കിൻഷിപ്പ്. 18 ദ ഫാമിലി ഇൻ വിച്ച് വൺ ഈസ് ബോൺ ഈസ് കോൾഡ് ഫാമിലി ഓഫ് ഓറിയൻറ്റേഷൻ. 19 ദ ഫാമിലി ഇൻ വിച്ച് എ പേഴ്സൺ മാരീഡ് ഈസ് കോൾഡ് ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ. അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ അതിൽ ആവർത്തിച്ച് വരുന്നത്. ദ സ്റ്റേറ്റ് ഇൻ വിച്ച് ദി സോഷ്യൽ ഓർഡർ ഈസ് മെയിൻറ്റെയിൻ വിത്തൗട്ട് എ മോഡേൺ ഗവൺമെൻറ് ഈസ് കോൾഡ് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസ്. അതുപോലെ ദ അൺഡിസ്പ്യൂട്ടഡ് പൊളിറ്റിക്കൽ റൂൾ ഓഫ് എ സ്റ്റേറ്റ് ഓവർ എ ഗിവൺ ടെറിട്ടോറിയൽ ഏരിയ ഈസ് നോൺ ആസ് സോവറിനിറ്റി. എ സെറ്റ് ഓഫ് സിംബിൾസ് ആൻഡ് ബിലീഫ് പ്രൊവൈഡിംഗ് ദി സെൻസ് ഓഫ് ബീയിങ് എ പാർട്ട് ഓഫ് സിംഗിൾ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി ഈസ് നോൺ ആസ് നാഷണാലിസം. അതുപോലെ മാക്സ് വെബേഴ്സ് ബുക്ക് ഓൺ റിലീജിയൻ, അതിൽ പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം. ഹു ഡിസ്റ്റിങ്സ് റിലീജിയൻ ഇൻ ടു സാക്രഡ് ആൻഡ് പ്രൊഫൈൻ. എമിലി ദുർക്കിമിനെ കുറിച്ച് പറയുന്നതാണ്. ഹു ഡിസ്റ്റിങ്ഷ് റിലീജിയൻ, മതത്തെ കുറിച്ച് പറയുന്നത്. അടുത്ത ഡാഷ് ഇൻവോൾവിംഗ് ബോത്ത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ലേണിംഗ് എഡ്യൂക്കേഷൻ. അടുത്ത വാട്ട് ഈസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ചോദ്യം. അതുപോലെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വേരിയസ് ഫോംസ് ഓഫ് ഫാമിലി, ഏതെങ്കിലും രണ്ടെണ്ണം പറയാൻ ഫാമിലിയെക്കുറിച്ച്.
അതുപോലെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വേരിയസ് ഫോംസ് ഓഫ് മാരേജ്, അതൊരു അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാരേജ് സിസ്റ്റത്തെക്കുറിച്ചൊക്കെ. എക്സ്പ്ലെയിൻ സീരിയൽ മോണോഗമി എന്താണെന്ന് പറയുക. അതുപോലെ ഡിസ്കസ് റോൾ ഓഫ് മാരേജ്, എൻഡോഗമി, എക്സോഗമി, ഫങ്ഷണലിസ്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ഓൺ ഫാമിലി. അതുപോലെ വാട്ട് യു മീൻ ബൈ കിൻഷിപ്പ്, എക്സ്പ്ലെയിൻ ദി ടൈപ്സ് ഓഫ് കിൻഷിപ്പ്, റിലേഷൻഷിപ്പ് ഓഫ് റിലീജിയൻ വിത്ത് അതർ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എക്സ്പ്ലെയിൻ മാക്സ് വെബേഴ്സ് വ്യൂസ് ഓൺ റിലീജിയൻ, describe the role of educational institutions in modern society, discuss the education as a social institution. ഒക്കെയാണ് ചാപ്റ്ററിന് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ചാപ്റ്റർ 4 കൾച്ചർ ആൻഡ് സോഷ്യലൈസേഷൻ. ഫൗണ്ടർ ഓഫ് ഫങ്ഷണൽ സ്കൂൾ ഓഫ് ആന്ത്രോപോളജി ബ്രോണിസ്ലാവ് മാലിനോസ്കി കേട്ടോ, അതിൻ്റെ ഫൗണ്ടർ. സോഷ്യൽ ആന്ത്രോപോളജി. അതുപോലെ ദ ഡാഷ് ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ refers to how we learn to process what we hear or see, cognitive aspects. Next, the aspect which refers to the rules of conduct is known as normative aspects. The orality and literacy is written by Walter Wrong. Walter Wrong എഴുതിയ ബുക്കാണ്. 5 dash dimension consists of folkways, mores, customs, conventions and laws. നോർമറ്റീവിൽ വരുന്നതാണ് അതൊക്കെ കേട്ടോ. 6 the tangible, visible or audible aspects of culture is material aspect. മെറ്റീരിയൽ ആസ്പെക്റ്റിന് എക്സാമ്പിൾ ആണ് ഇതൊക്കെ. അടുത്ത when non-material dimensions are unable to match the advances of technology is known as cultural lag. cultural lag എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് notion that one's own culture is superior and others are inferior. ഒരാളുടെ കൾച്ചർ മേലെ മറ്റാളുടെ താഴെ, അതാണ് എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ. ഡാഷ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് കോസ്മോപൊളിറ്റാനിസം. കോസ്മോപൊളിറ്റാനിസത്തിന് എക്സാമ്പിളാണ് എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ കേട്ടോ. 10 dash accommodates different cultural properties within its fold and promotes cultural exchange, cosmopolitanism. ഇത് ഞാൻ അർത്ഥസഹിതം പറയുന്നില്ല, അപ്പോൾ നമുക്ക് ടൈം കുറവായതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസിന് ഇത് ഉപകാരപ്പെടും. ദ പ്രോസസ് ഓഫ് ലേണിംഗ് ഇൻ വിച്ച് എ ഹെൽപ്ലെസ് ഇൻഫാൻറ്റ് ബിക്കംസ് എ സെൽഫ് അവെയർ നോളജബിൾ പേഴ്സൺ സ്കിൽഡ് ഇൻ ദി വേസ് ഓഫ് ദി കൾച്ചർ ഇൻ ടു വിച്ച് ഷീ ഈസ് ബോൺ. അറിയപ്പെടുന്ന സോഷ്യലൈസേഷൻ എന്ന പേരിലാണ്. 12 dash is an agency of socialization which compares to the friendship of group of children of a similar age, peer group എന്താണെന്നാണ് പറയുന്നത്. 13 vast expansion of change in electronic and print media during the past one decade has brought cultural changes. അതാണ് ആൻസർ കേട്ടോ, cultural changes. 14 as the material or technological dimensions of culture change rapidly, the non-material aspects changes slowly. This can give a rise to a situation of dash. While the answer cultural lag. 15 the application of one's own cultural values in evaluating the behavior and beliefs of people from other culture is called ethnocentrism. അതാണ് ആൻസർ. വാട്ട് യു മീൻ ബൈ കൾച്ചർ, അതാണ് ഈ ചാപ്റ്ററിന് വരുന്ന ഒരു ചോദ്യം. അതുപോലെ ഡിഫൈൻ കൾച്ചർ അക്കോർഡിംഗ് ടു E.B. ടൈലറിന് പറയുന്ന കൾച്ചർ എന്താണെന്നാണ്. പിന്നെ ലിസ്റ്റ് ഔട്ട് ദി മേജർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫീച്ചേഴ്സ് ഓഫ് കൾച്ചർ. വാട്ട് ആർ ദി 3 ആസ്പെക്ട്സ് ഓർ ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ. ഡിഫൈൻ സോഷ്യലൈസേഷൻ, ഡിഫൈൻ എത്നോസെൻട്രിസം. അതുപോലെ ക്ലാസിഫൈ ദി ഫോളോയിങ് ആസ്പെക്ട്സ് ഓഫ് കൾച്ചർ ഇൻ ടു കോഗ്നിറ്റീവ്, നോർമറ്റീവ് ആൻഡ് മെറ്റീരിയൽ. നോട്ട് ഓപ്പണിംഗ് അതർ പീപ്പിൾസ് ലെറ്റേഴ്സ്, അത് നോർമറ്റീവ് ആണ്. റെക്കഗ്നൈസിങ് ദി കാർട്ടൂൺ ഓഫ് എ പൊളിറ്റീഷ്യൻ, അത് കോഗ്നേറ്റീവ് ആണ്. യൂസിങ് റൈസ് ഫ്ലോർ പേസ്റ്റ് ടു ഡിസൈൻ കോളം ഓൺ ഫ്ലോർസ്, മെറ്റീരിയൽ ആണ്. അപ്പോൾ ഈ മൂന്ന് സംഭവത്തിന് എക്സാമ്പിൾ ആട്ടോ, പഠിച്ചു വെക്കുക. വിച്ച് among the following is the most effective agency of socialization of students? ന്യൂസ് പേപ്പർ, പിയർ ഗ്രൂപ്പ്, ടീച്ചേഴ്സ്, ലൈബ്രറി. അതുപോലെ ഇത്രയും കാര്യങ്ങളാണ് ന്യൂസ് പേപ്പർ, പിയർ ഗ്രൂപ്പ്, ടീച്ചേഴ്സ് ആൻഡ് ലൈബ്രറി. അടുത്തത് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ദി ഡെഫിനിഷൻസ് ഓഫ് മലിനോസ്കി ആൻഡ് E.B. ടൈലർ ഓൺ കൾച്ചർ. അടുത്തത് എക്സ്പ്ലെയിൻ ദി ത്രീ ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ വിച്ച് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. കൾച്ചറിൻ്റെ 3 ഡയമെൻഷൻസ് എഴുതുക. അറേഞ്ച് ദി ഫോളോയിങ് ഐറ്റംസ് ഇൻ ദി കോളംസ് റെപ്രസെൻറ്റിംഗ് ദി ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ. അതുപോലെ പെർഫോമിംഗ് റിച്വൽസ് അറ്റ് ഡെത്ത്, ഇൻ്റർനെറ്റ് ചാറ്റിംഗ്, ഐഡൻറ്റിഫൈങ് ദി റിംഗ് ടോൺ ഓഫ് സെല്ല്, ഇതൊക്കെ ഏതൊക്കെ അതിലാണ് വരുന്നത് എന്നുള്ളതാണ്. 28 സോഷ്യലൈസേഷൻ ഹെൽപ്സ് ആൻ ഇൻഡിവിജ്വൽ ടു ബിക്കം എ യൂസ്ഫുൾ മെമ്പർ ഓഫ് സൊസൈറ്റി. അപ്പോൾ 4 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലെയിൻ ദി വേരിയസ് സ്റ്റേജസ് ഓഫ് സോഷ്യലൈസേഷൻ, ഐഡൻറ്റിഫൈ എനി 4 ഏജൻസീസ് ഓഫ് സോഷ്യലൈസേഷൻ. 29 അനലൈസ് ദി 3 ഡയമെൻഷൻസ് ഓഫ് കൾച്ചർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചേഴ്സ് വർക്ക് ടുഗദർ.
30. India needs to promote cosmopolitanism. How far do you agree with this statement? Compare cosmopolitanism and ethnocentrism in the present Indian context. 31. Define socialization എന്നാണ് ചോദ്യം. Evaluate the role of different agencies of socialization. ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ആവർത്തിച്ച് വരുന്ന കുറേ ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുക, 5ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. അതിൽ വൺ വേർഡിൻ്റെ ഒക്കെ ആൻസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇതിൽ റിസർച്ചർ ആൻഡ് സ്റ്റഡി ഏരിയ, ഇത് രണ്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊക്കെ റിസർച്ചേഴ്സ് ആൻഡ് സ്റ്റഡി ഏരിയ, ആളുകൾ പഠിച്ച സംഭവങ്ങളാണ്. പിന്നെ റിസർച്ചർ അവരെ ബുക്ക് ആൻഡ് സ്റ്റഡി ഏരിയ. ജസ്റ്റ് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഇതങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഇപ്പോൾ ധൃതി പിടിച്ച് വായിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങളത് പോസ് ചെയ്തിട്ട്, പല കുട്ടികൾക്കും ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ആവില്ല ആവശ്യം. നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാനുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും വേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ആവശ്യമുള്ളൊരു ഇതിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ എടുക്കുക. അതുപോലെ ഈ വൺ വേർഡ് ക്വസ്റ്റ്യൻസൊക്കെ ഓരോ ചാപ്റ്ററിലും വൺ വേർഡ് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത്. അതൊക്കെ അതുപോലെ മാച്ച് ദ ഫോളോയിങ് കൊടുത്തിട്ടുണ്ട്, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. മെയിൻ പോയിന്റ്സ് അടങ്ങിയ ഒരു വീഡിയോ ചെയ്യുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കുറച്ചെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റിയ വീഡിയോസ്. അപ്പോൾ അത് ആ ഒരു വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. കുറച്ച് വൈകിയതാണ്, ഞാൻ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു സോഷ്യോളജി. അപ്പോൾ അത് ചെയ്യാൻ കുറച്ച് വൈകിയതാണ്. അപ്പോൾ നിങ്ങൾക്കത് എന്തായാലും ഉപകാരപ്പെടും. ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസ് എന്തായാലും നോക്കുക, ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ മതി. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് മെയിൻ പോയിൻറ്റ്സുമായിട്ട് വരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.